നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കിട്ടിയ അവസരം വെറുതെ കളയുന്നവരല്ല വിമാന കമ്പനികൾ എന്ന കാര്യം നാം പണ്ടേ കാണുന്നതാണ്. പ്രത്യേകിച്ച് കൊറോണ വ്യാപനത്തിന്റെ നാളുകളിൽ ജോലി നഷ്ടപ്പെട്ട് കയ്യിൽ ചില്ലിക്കാശ് പോലും ഇല്ലാതെ നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്നവരെ കറുത്തുറുപ്പൻ നിരക്ക് നൽകി ദ്രോഹിച്ചത്. പ്രവാസികളെ പിഴിഞ്ഞെടുക്കുന്ന പതിവ് അവർ ഇക്കുറിയും തെറ്റിച്ചില്ല. യുഎയിലേക്ക് യാത്രാ വിലക്ക് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അവർ കൃത്യമായി ഇടപെട്ടു. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് 2 ദിവസം മുൻപ് വരെ 400 ദിർഹമായിരുന്നു നിരക്ക്. വിലക്ക് വാർത്ത വന്നതും കുതിച്ചുയർന്ന നിരക്ക് 4000 ദിർഹം വരെ എത്തി. ചാർട്ടേഡ് വിമാനങ്ങൾ പ്രഖ്യാപിച്ചതോടെയാണ് നിരക്ക് ഇടിഞ്ഞു തുടങ്ങിയത്. എങ്കിലും 1500 മുതൽ 2000 ദിർഹമായിരുന്നു ഒരു മിനിമം നിരക്ക്. ഉടൻ തിരിച്ചെത്തണമെന്ന് നിർബന്ധമുള്ളവർ കൂടുതൽ തുക നൽകി ടിക്കറ്റ് എടുക്കുകയായിരുന്നു. ഇതിനിടെ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റ് തകരാറിലായതും തിരിച്ചടിയായി. ഇതിനിടയിൽ ബിസിനസ് ക്ലാസ് നിരക്ക് 5000 ദിർഹവും കടന്നു. നിരക്ക് കൂടിയെങ്കിലും ചാർട്ടേഡ് വിമാനങ്ങൾ പ്രഖ്യാപിച്ചത് പലർക്കും ആശ്വാസമായി. എന്നാൽ കോവിഡ് ടെസ്റ്റ് റിസൾട്ട് കിട്ടാത്തത് ഇവരുടെ യാത്ര അനിശ്ചിതാവസ്ഥയിലാക്കി. 2000 ദിർഹമിന് മുകളിലായിരുന്നു ചാർട്ടേഡ് വിമാനങ്ങൾ നിരക്ക് പറഞ്ഞത്. എന്നാൽ കോവിഡ് ടെസ്റ്റ് ഫലം സമയത്തിന് ലഭിക്കുമോ എന്ന ആശങ്കയുള്ളതിനാൽ പലരും ടിക്കറ്റ് എടുക്കാൻ മടിച്ചു. ഇതോടെ യാത്രക്കാരുടെ നിരക്ക് കുറഞ്ഞതിനാൽ വിമാന നിരക്കും പതുക്കെ കുറഞ്ഞു. ദുബായിലേക്ക് 48 മണിക്കൂറിനുള്ളിൽ നടത്തിയ കോവിഡ് പരിശോധനാ ഫലം നിർബന്ധമാണ്. കേരളത്തിലെ ലാബുകളിൽ 24 മണിക്കൂറാണ് ഫലം ലഭിക്കാൻ ആവശ്യമായ സമയം. വെള്ളിയാഴ്ച ഉച്ചയോടെ ടെസ്റ്റ് ചെയ്താലും വിമാനം പുറപ്പെടുന്ന സമയത്തിന് മുൻപ് ഫലം ലഭിക്കുമോ എന്ന സംശയത്തിലായിരുന്നു പലരും. ശനിയാഴ്ച രാത്രി 12-ന് മുൻപ് യുഎയിലെത്തുന്ന വിമാനങ്ങൾക്ക് മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂ. എങ്കിലും വെള്ളി ശനി ദിവസങ്ങളിലായി ഇന്ത്യയിൽ നിന്ന് 10,000-ഓളം പേർ യുഎയിലെത്തുമെന്നാണ് കണക്കാക്കുന്നത്. സാധാരണ വാരാന്ത്യങ്ങളിൽ 100 കണക്കിന് വിമാനങ്ങൾ യുഎയിലേക്ക് സർവീസ് നടത്താറുണ്ട്. 24-ന് ശേഷം യുഎയിലെത്താൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവരും പ്രതിസന്ധിയിലായി. എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ളവർ ടിക്കറ്റ് റീഫണ്ടിന് പകരം മറ്റൊരു ദിവസം യാത്രാ സൗകര്യം ഒരുക്കാമെന്ന വാഗ്ദാനമാണ് നൽകുന്നത്. ഡൽഹിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമുള്ളവരുടെ അവസ്ഥ ഇതിലും കഷ്ടമാണ്. പരിശോധനാ കേന്ദ്രങ്ങൾ കുറവാണ്. പരിശോധിച്ചാലും 4-5 ദിവസം വേണം ഫലം ലഭിക്കാൻ. ഇവർക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.